നമ്മൾ എല്ലാവരും പഴയ കാലത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നവരാണ്. അന്ന് അത് ചെയ്യാമായിരുന്നു, ഇന്നത് വേണ്ടായിരുന്നു എന്ന് നമ്മൾ കരുതാറുണ്ട്. എന്നാൽ നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലം ഒരു വിത്തായി നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ലോകത്തിലെ ഒരിടത്തും കേട്ടിട്ടില്ലാത്ത ഒരു നിഗൂഢ മരുഭൂമിയുടെ കഥ ഞാൻ പറഞ്ഞു തരാം. ഈ കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തിന് നിങ്ങൾ പുതിയൊരു വിലയിടും. നല്ലൊരു വിലയായിരിക്കും അത്, തീർച്ചയാണ്. കഥ പൂർണ്ണമായും കേൾക്കൂ. സൊഫീർ എന്നൊരു മരുഭൂമി. അവിടെ മണലിനു പകരം ചെറിയ സ്ഫടിക കഷ്ണങ്ങളാണ് ഉള്ളത്. ഓരോ സ്ഫടികവും മനുഷ്യരുടെ ഓരോ ഓർമ്മകളാണ്. അവിടെ യാസിർ എന്നൊരു വൃദ്ധൻ താമസിച്ചിരുന്നു. അദ്ദേഹം ഓർമ്മകളുടെ കടത്തുകാരനായിരുന്നു. ഫായിസ് എന്ന യുവാവ് തൻ്റെ ജീവിതം പരാജയമാണെന്ന് കരുതി അവിടെ എത്തി. തൻ്റെ കഴിഞ്ഞുപോയ മോശം ഓർമ്മകൾ മായ്ച്ചു കളയണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. യാസിർ അവന് ഒരു മാന്ത്രിക വിത്ത് നൽകി പറഞ്ഞു, നിന്റെ ഏറ്റവും മോശം ഓർമ്മകൾ എന്താണോ അത് മനസ്സിൽ വിചാരിച്ചു ഈ മണലിൽ ഇതിനെ കുഴിച്ചിടുക മോനെ. ഫായിസ് തൻ്റെ ഏറ്റവും വലിയ തോൽവിയെക്കുറിച്ച് ഓർത്ത് അത് കുഴിച്ചിട്ടു. പിറ്റേന്ന് അവിടെ അത്ഭുതമെന്ന് പറയട്ടെ, ഒരു മനോഹരമായ പൂവ് വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആ പൂവിൻ്റെ സുഗന്ധം അവന് നൽകിയത് വലിയൊരു പാഠമായിരുന്നു. യാസർ പറഞ്ഞു, മോനെ, നിന്റെ തോൽവികൾ വെറും മണൽത്തരികളല്ല, വിജയത്തിന് വളമാകേണ്ട വിത്തുകളാണ്. അതല്ല, അവയിൽ നിന്ന് പുതിയ ജീവിതം നട്ടുവളർത്തുകയാണ് വേണ്ടത്. അതിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊണ്ട് ജീവിതത്തെ ധന്യമാക്കാൻ നോക്കണം. അവയിൽ നിന്ന് പുതിയ ജീവിതം നട്ടുവളർത്തുന്നവനാണ് യഥാർത്ഥ ജേതാവ്. ഫായിസ് തൻ്റെ പരാതികൾ നിർത്തി പുതിയൊരു മനുഷ്യനാകാൻ തീരുമാനിച്ചു. സന്തോഷത്തോടുകൂടി അവിടെ നിന്ന് മടങ്ങി. സുഹൃത്തുക്കളെ, ആ മരുഭൂമി നമ്മുടെ മനസ്സാണ്. കഴിഞ്ഞ കാലത്തെ ഓർത്ത് സങ്കടപ്പെടുന്നത് നിർത്തുക. ആ അനുഭവങ്ങളെ പാഠമാക്കി മാറ്റുക. പ്രതിസന്ധിയാണ് നമ്മുടെ കരുത്താകുന്ന വളം. അത് അയകുമ്പോഴാണ് ചെടികൾക്ക് വളമായി മാറുന്നത്. ഇന്നത്തെ ദിവസമാണ് നാളത്തെ ഓർമ്മകൾ. അതുകൊണ്ട് ഇന്ന് ഏറ്റവും നന്നായി ജീവിക്കുക. എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടും സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടും കൂടി ജീവിച്ചാൽ ഇന്നത്തെ ഓർമ്മകൾ നാളേക്ക് ഒരു വളമായി മാറും. നിങ്ങളുടെ പരാജയങ്ങളെ നിങ്ങൾ വിത്തുകളാക്കുമോ അതോ വെറും മണൽത്തരികളാക്കുമോ? ചിന്തിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം. കാരണം നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എന്നെ പ്രചോദിപ്പിക്കും, തീർച്ചയാണ്. പഴയ കാലത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നവർക്കായി ഒരു വിസ്മയ കഥയാണ് സഫീർ മരുഭൂമിയിലെ രഹസ്യവും നിങ്ങളുടെ ജീവിതം മാറിമറിക്കും, തീർച്ചയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം നിങ്ങൾക്ക് നൽകിയ പാഠം എന്താണ്? ഇത് മറ്റൊരാൾക്ക് വെളിച്ചമായേക്കാം. താഴെ കമൻറ്റ് ചെയ്യൂ. എല്ലാവിധ ആശംസകളും. നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.